1973 മെയ് 1 ജനനം. അന്ധവിശ്വാസവും അവിശ്വാസവും മാതാപിതാക്കളുടെ രൂപത്തിൽ ഏറ്റുമുട്ടി. ഇറങ്ങിക്കോണം. ഇരുവരുടെയും വാശി വർദ്ധിച്ചു. തുടർന്ന് തിരൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ്. അന്നു മുതൽ മാതാപിതാക്കൾക്ക് അവൻ ശപിക്കപ്പെട്ട ജന്മമായി. ഇരുവരും അങ്ങനെ തന്നെ വിശ്വസിച്ചു. 6-ാം വയസ്സിൽ അനാഥാലയം, പിന്നീട് തെരുവ്. അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട ബാല്യം സംരക്ഷിക്കേണ്ടവർ അവഗണിച്ചു. പട്ടിണിക്കിട്ടു, ചങ്ങലയിൽ ബന്ധിച്ചു, പീഡിപ്പിച്ചു, അവസാനം ആട്ടിയോടിച്ചു. ഇറങ്ങിപ്പോയി വിടുന്നു. തെരുവിൽ അഭയം. ഞാൻ അനാഥൻ. ദിവസങ്ങളോളം പട്ടിണി. ചിലർ സഹായിച്ചു, ചിലർ അവഗണിച്ചു. വിശപ്പടക്കാൻ അവൻ പോരാടി. വിശപ്പ് സഹിക്കാനാകാതെ അമ്മാവന്റെ വീട്ടിലെ ആടുകൾക്ക് വെച്ചുകൊടുത്ത പഴകിയ ചോറും കറികളും മഴത്തുള്ളിയും അടങ്ങുന്ന പുളിരസമുള്ള ആടിന്റെ ഭക്ഷണം ആരും കാണാതെ മോഷ്ടിച്ചു രുചിയോടെ കഴിച്ചു വിശപ്പടക്കി. എട്ടാം വയസ്സ് മുതൽ പല ജോലികൾ, പല നാടുകൾ. അവഗണന, അപമാനം, പീഡനം, അർത്ഥപട്ടിണി. എല്ലാം അവൻ്റെ ഉള്ളിൽ കനലായി. പിന്നീട് ആ കനൽ തീയായി. അതായിരുന്നു അവൻ്റെ ഊർജം. ഒരു നാൾ എനിക്കും വരും എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. വിജയത്തിന്റെ പടവുകൾ തേടി അലഞ്ഞു. ഒരു സാധാരണ ഹെൽപ്പർ തൊഴിലാളിയിൽ നിന്നും കരാറുകാരൻ വരെ എത്തി. അങ്ങനെ വിധി കാത്തുവച്ച് ആ തിരിച്ചറിവിന്റെ ദിവസം വന്നെത്തി. വർഷം 1987. ഒരു വർഷക്കാലം കോൺട്രാക്ടർ കുഞ്ഞിപ്പ നൽകിയ ഒരു കോൺക്രീറ്റ് കരാർ ജോലിയിൽ നിന്നും അബദ്ധത്തിൽ സംഭവിച്ച ചോർച്ച. എത്രയും പെട്ടെന്ന് ഇത് എങ്ങനെയും ശരിയാക്കുക. ആ അപമാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സംരക്ഷണത്തിന്റെ കവചം അതായിരുന്നു KMGC വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ എന്ന പ്രസ്ഥാനത്തിലേക്ക് നയിച്ച ആദ്യ ചുവടുവെപ്പ്. കെട്ടിടങ്ങളുടെ സംരക്ഷണം എന്ന ആശയം മനസ്സിൽ പതിഞ്ഞു. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. മദിരാശി, ഹൈദരാബാദ്, വയനാട്, തലശ്ശേരി, പല നാടുകൾ സഞ്ചരിച്ചു. വിവിധ ജോലികൾ ചെയ്തു. ചുമട്ടുതൊഴിലാളിയായി, ഓട്ടോ ഡ്രൈവറായി, നിരവധി ചെറുകിട വ്യവസായങ്ങളിലും കൈവച്ചു. തുടരെയുള്ള പരാജയങ്ങൾ. അന്താളിച്ചു നിൽക്കാൻ സമയമില്ല. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നടന്നു. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള അറിവുകൾ നൽകി. 1987. അന്ന് മനസ്സിൽ പതിഞ്ഞ ആശയം പ്രാവർത്തികമാക്കാൻ സമയമായിരിക്കുന്നു. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയകാല ഓടിട്ട കെട്ടിടങ്ങൾ വിസ്മൃതിയിലേക്ക് മറയുന്നു. എവിടെ നോക്കിയാലും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ ആകാശം തൊടാൻ മത്സരിക്കുന്നു. ഇതാണ് ശരിയായ അവസരം എന്നവൻ മനസ്സിലാക്കി. 1996 മെയ് 1 അന്നായിരുന്നു KMGC വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ പിറവിക്ക് അവൻ തിരഞ്ഞെടുത്ത ദിവസം. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്ന് അവൻ്റെ ജന്മദിനമായിരുന്നു. മാതാപിതാക്കൾ ശപിക്കപ്പെട്ട ജന്മം എന്ന് മുദ്രകുത്തിയ ആ ദിവസം
അന്നുവരെ ആഘോഷിച്ചിട്ടില്ലാത്ത ജന്മദിനം അവനും. സുഹൃത്തുക്കളും ഒത്തുകൂടി ഒരു കുഞ്ഞി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. മെയ് 2-ാം തീയതി അവനൊരു വിസിറ്റിംഗ് കാർഡ് പ്രിന്റ് ചെയ്തു. കോഴിക്കോട് എഡിഷൻ. മാതൃഭൂമി പത്രത്തിൽ 2 കോളം. പത്രപരിശ്യം: ചോർച്ചയ്ക്ക് വിട. നിങ്ങളുടെ കെട്ടിടത്തിന്റെ എല്ലാത്തരം ചോർച്ചകളും ഗ്യാരണ്ടിയോടെ പരിഹരിക്കുന്നു. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. വീണ്ടും പല പത്രങ്ങൾക്കും പരസ്യങ്ങൾ നൽകി. ഒരു ദീർഘയാത്രയ്ക്കുള്ള സാധന സാമഗ്രികളും ബാഗും കാലി ബക്കറ്റുകളും ചകിരി ബ്രഷ്, പെയിന്റ് ബ്രഷ് എന്നിവയെടുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു വെള്ള നിറത്തിലുള്ള ഫിയറ്റ് പ്രീമിയർ പത്മിനി കാറിൽ കയറ്റി യാത്ര തുടർന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തനിച്ച് സഞ്ചരിച്ച് വാട്ടർ പ്രൂഫിംഗ് വർക്കുകൾ ചെയ്തു തുടങ്ങി. നിരവധി എഞ്ചിനീയർമാർ സുഹൃത്തുക്കളായി. നിരവധി ഉപഭോക്താക്കൾ തന്നിൽ വിശ്വാസം അർപ്പിച്ചു, അവസരങ്ങൾ നൽകി. ആ വർഷം തന്നെ അവന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവിനും കാരണമായി. 1996 നവംബർ 18. അംഗവൈകല്യം കാരണം ഒരു പെൺകുട്ടിയുടെ മംഗല്യ സ്വപ്നം അനിയത്തിക്ക് വഴിമാറി കൊടുക്കുന്നത് കണ്ട് അവന്റെ മനസ്സു നീറി. അനാഥത്വത്തിൽ നിന്നും ഒരു മോചനം ആഗ്രഹിച്ച അവൻ അവളെ ജീവിത പങ്കാളിയാക്കി. ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി നേടണം എന്ന വാശിയുള്ളതുകൊണ്ട് മാത്രം അവളുടെ പേരിൽ വെച്ചു നീട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ചു. വാടക ക്വാർട്ടേഴ്സുകളിൽ മാറി മാറി ജീവിതം നയിച്ചു. വർഷം 2000. വാട്ടർ പ്രൂഫിംഗ് മേഖലയിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉടലെടുത്തു. എറണാകുളം വൈറ്റിലയിലുള്ള മാതാ കെമിക്കൽസിന്റെ സഹായത്തോടെ വിവിധ റെസിനുകൾ ഉപയോഗിച്ച് ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തു. വർഷം 2004. ചിലവ് കുറഞ്ഞ ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ, അതായിരുന്നു അവന്റെ ലക്ഷ്യം. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നേടിയ അറിവ് ഉപയോഗിച്ച് ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ നിർമ്മിച്ചു. ഇതിന് മാർക്കറ്റിൽ നല്ല സ്വീകാര്യത ലഭിച്ചു. പിന്നീട് വാഹനങ്ങളുടെയും തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിരവധി പ്രോജക്റ്റുകൾ അവൻ പൂർത്തിയാക്കി. വർഷം 2016. കായൽ മഠത്തിൽ കുടുംബസംഗമം. താൻ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ തന്റെ തറവാടിനെയും സഹായമനസ്കരായ കാരണവന്മാരെയും അവിടെ കണ്ടു. കായൽ മഠത്തിൽ ഹമീദ് ഹാജി എന്ന തന്റെ സഹോദരന്റെ സഹായത്തോടെ ഒരു കോർപ്പറേറ്റ് കമ്പനി സ്ഥാപിക്കുക എന്ന തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. അന്നുവരെ വെറും KMGC ആയിരുന്ന സ്ഥാപനം പിന്നീട് KMGC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായും പിന്നീട് KMGC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ മദർ കമ്പനിയാക്കി. 2019 ഡാം ഷുവർ എന്ന ബ്രാൻഡിനും 2026 സെൽഡ്രോക്ക് എന്ന ബ്രാൻഡിനും ജന്മം നൽകി. 30 വർഷം നീണ്ട ഈ യാത്രക്കിടയിൽ 2000-ൽ പരം ആളുകളെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചു. അവരിൽ ചിലർ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടുനിന്നു. സ്വാർത്ഥതയുള്ള മറ്റു ചിലർ ചതിച്ചുകൊണ്ട് പുറത്തുപോയി. കമ്പനിയുടെ എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിച്ച ചിലരെ നിർബന്ധപൂർവ്വം പുറത്താക്കി. അവരിൽ ചിലർ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ പുറത്തുപോയാലും കമ്പനിയോട് നന്ദിയും മാന്യതയും പുലർത്തുന്നു. പേരെടുത്തു പറഞ്ഞ് ആരെയും അപമാനിക്കാനോ വേദനിപ്പിക്കാനോ താൽപ്പര്യപ്പെടുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ചൂടും ചൂരും പറ്റി അതിന്റെ തണലിൽ വളർന്നവർ മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെന്ന് തിരിച്ചറിയും. എല്ലാവർക്കും നന്മ വരട്ടെ. ജയ് ഹിന്ദ്.